നമസ്കാരം. നമ്മള് പലതരം പാൽവർഗ്ഗങ്ങൾ നമുക്ക് ഉണ്ട് അല്ലേ? ഇപ്പോ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്ന പശുവിൻ പാലാണ്. അതുകൂടാതെ മാർക്കറ്റിൽ വളരെയധികം പാൽവർഗ്ഗങ്ങൾ ലഭ്യമാണ്. നമുക്ക് ബദാം മിൽക്ക് കിട്ടും, സോയാ മിൽക്ക് കിട്ടും. അതോടൊപ്പം പശുവിൻ പാല് ഫോർട്ടിഫൈഡ് ആയിട്ട് കിട്ടും. അപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏതുതരം പാലാണ് കുഞ്ഞുങ്ങൾക്കും അതുപോലെ പ്രായമായവർക്കും ഒക്കെ അഭികാമ്യമായത് എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. ഇപ്പോ ഞാൻ എൻ്റെ മോള് കൊച്ചുകുട്ടിയായിരുന്നപ്പം, അതായത് ജനിച്ചൊരു 2 വയസ്സ് വരെ സ്ഥിരമായിട്ട് ശ്വാസം മുട്ടല്, ചുമ, കഫക്കെട്ട്. അപ്പൊ ഞാൻ ജോലിക്കൊക്കെ പോകുന്നത് കൊണ്ട് ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു. അവര് കുഞ്ഞിന് പശുവിൻ പാല് തന്നെ കാച്ചി കൊടുത്തോണ്ടേയിരുന്നു. അപ്പൊ നമ്മളില്ലല്ലോ അവിടെ പാല് കൊടുക്കാനാ. അപ്പൊ അങ്ങനെ പാല് കൊടുത്ത് കുഞ്ഞിന് എന്നും ചുമയും കഫവുമാ. ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇന്ന് മിൽക്കിന്റെ ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് പറയുന്നത്. അപ്പൊ ഞാന് സത്യം എനിക്കും അന്ന് ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഈ ഒരു ഫുഡിനെ കുറിച്ച് വലിയ അവബോധം ഇല്ലാത്തൊരു സമയമാണ്. എൻ്റെ മോൾക്ക് ഇപ്പൊ 40 വയസ്സായി. അങ്ങനെ ഞാൻ അങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ കയ്യില് നേച്ചർ മാഗസിൻ, അതെങ്ങനെ വന്നെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. ആ സമയത്ത് അവിടെ നേച്ചർ മാഗസിൻ എങ്ങനെ കിട്ടിയോ? അതില് ഞാനിങ്ങനെ വായിച്ചപ്പോ 99% of upper respiratory tract infections in children are mainly due to cow's milk allergy. അതായത് കൊച്ചു കുഞ്ഞുങ്ങളിലുള്ള അലർജി, ചുമ, ശ്വാസം മുട്ടൽ ഇവയെല്ലാം 99% പാലുൽപ്പന്നങ്ങളും പാലും കൊണ്ടാണ് പാലാണ് കാരണക്കാർ എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ആ ദിവസം തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിന്റെ ഈ പാലെടുത്ത് മാറ്റി. അതോടുകൂടി അവളുടെ അസുഖവും മാറി. പിന്നെ അവൾ വളരെ ഹെൽത്തി ആയി. മറ്റേത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്ക് ഈ സീപ്പ് ഇഞ്ചക്ഷൻ, ക്രിസ്റ്റലൈൻ പെൻസിലിൻ ഇഞ്ചക്ഷൻ ആണ് ആന്റിബയോട്ടിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു സിറപ്പ് കൊടുത്താൽ പോലും ഏക്കത്തില്ല. പിന്നെയും ചുമയും കഫവുമാണ്. അത് റിപ്പീറ്റഡ് ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരിക്കലും ചുമയും കഫവും ഒഴിഞ്ഞ ഒരു ദിവസവും കാണില്ല ഈ 2 വയസ്സിനിടയ്ക്ക്. പിന്നെ ഞാൻ സത്യം പറഞ്ഞ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ ഒരു പാലെടുത്ത് മാറ്റിയതോടുകൂടി അവള് ഹെൽത്തി ആയി. ഞാൻ അന്നാണ് ഈ ഫുഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ, ദൈവമായിട്ട് എനിക്കൊക്കെ തന്ന ഒരു എന്താ അനുഭവമായിരിക്കാം. അന്ന് മുതൽ ഞാൻ ഫുഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. സത്യം അതൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു എനിക്ക്. അത് ആ സമയങ്ങളിൽ ഞാൻ ചാനലിലൊന്നും പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 1998-99 ആയപ്പോഴാണ് എനിക്ക് ഈ ദൂരദർശൻ ചാനലിലേക്ക് ഒരവസരം ലഭിച്ചത്. അന്ന് മുതലാണ് ഞാൻ ഫുഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്. ആ ദിവസം മുതൽ എൻ്റെ എന്താ പറയാ, ഒരു പ്രധാനപ്പെട്ട എൻ്റെ ഒരു ചികിത്സാ മേഖലയുടെ ഒരു എന്താ പറയുക വഴി തിരിച്ചു വിട്ടത് തീർച്ചയായും ഈ ചാനൽ പരിപാടികൾ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോ അതെന്റെ ഒരു നിയോഗമായിരിക്കാം എന്ന് ഞാൻ വീണ്ടും വീണ്ടും വിശ്വസിക്കുന്നു. കാരണം ഇപ്പോഴുള്ള ഈ കാലഘട്ടത്തിന്റെ ആവശ്യം വളരെയധികം പ്രാധാന്യമുള്ളത് ആഹാരത്തിലൂടെ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആഹാരം മാത്രമല്ല, വായു, വെള്ളം, അതുപോലെ തന്നെ നമ്മളുടെ ചിന്താഗതി, ഇതെല്ലാം തന്നെയും വളരെയധികം വിഷലിപ്തമായി പോയി. അതിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഉണ്ടാവുന്ന വിഷവസ്തുക്കളുടെ ആധിക്യമോ അല്ലെങ്കിൽ ശരീരത്തില് പോഷകങ്ങളുടെ കുറവെന്ന് പറയുന്നതിനേക്കാൾ ഉപരി വിഷവസ്തുക്കളുടെ ആധിക്യം തന്നെയാണ് ഇതിന് കാരണം. അപ്പൊ നമ്മള് ഈ പാലിനെ ഇപ്പൊ ഞാൻ ഇന്ന് പ്രധാന ടോപ്പിക്കായിട്ട് എടുത്തത്, പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ഏത് പാല് കുടിക്കണമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഏത് പാല് കൊടുക്കുക, ഏതാണ് ഏറ്റവും അഭികാമ്യം, അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോൾ. കാരണം ഇപ്പൊ ഞാൻ അന്ന് എൻ്റെ മോളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ UK-യിലുള്ള പല നഴ്സസും കുഞ്ഞുങ്ങൾക്ക് വിന്റർ സീസണിൽ അവർ സ്കൂളിൽ പോകുന്നേ ഇല്ല. കാരണം കഫക്കെട്ടാണ്, സ്ഥിരം കഫക്കെട്ട്, ശ്വാസം മുട്ടലോ. ആ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് തന്നെ എൻ്റെ ട്രീറ്റ്മെന്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. വളരെ വളരെ സമാധാനമായിട്ട് അവരിപ്പോൾ ജീവിക്കുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ. അപ്പൊ അത് ആ ഒരു രീതിയിലേക്കുള്ള, അത് പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു ഡയറ്ററി മോഡിഫിക്കേഷൻ തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത് പ്രധാനമായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡയറ്ററി സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന രീതിയിൽ ആഹാരത്തിൽ നിന്നുള്ള ചില മരുന്നുകൾ, ഫോർ എക്സാമ്പിൾ മഞ്ഞളിന്റെ കുർക്കുമിൻ എന്ന് പറയുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ആൽഫാൽഫ പ്ലാന്റിന്റെ ലീഫി എക്സ്ട്രാക്ട് ഉണ്ട്, പ്രൊപ്പോളിസ് പ്ലാറ്റിനം, അതായത് തേനീച്ചയുടെ കൂടുണ്ടല്ലോ, ബിവാക്സ് എന്ന് എടുക്കുന്ന ഒരു എക്സ്ട്രാക്ട് ആണ് ഈ പ്രൊപ്പോളിസ് പ്ലാറ്റിനം. അത് ഹൈ ഇമ്മ്യൂൺ ബൂസ്റ്റർ ആണ്, ഇമ്മ്യൂണിറ്റിയെ കറക്റ്റ് ചെയ്യുന്ന ഒരു നല്ല ഒരു ഡ്രോപ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കറക്റ്റ് ചെയ്യുന്നത്. ഇത് വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് അസുഖങ്ങൾ ക്രമേണ മാറിയിട്ട് അവർക്ക് ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവാണ്. അല്ലാതെ എന്നും ഈ മരുന്ന് ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇതെല്ലാം പോഷകങ്ങളാണ്, അബ്സല്യൂട്ട്ലി ഡിറ്റോക്സിഫൈങ്, ക്ലെൻസിങ് ആൻഡ് നറിഷിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ശരീരത്തിന് ഒരു കേടുപാടും ഇല്ല എന്ന് മാത്രമല്ല, അവർക്ക് ശരീരത്തിന് ആരോഗ്യവും ഉന്മേഷവും ഉണർവും വരികയും അതോടൊപ്പം അസുഖങ്ങൾ മാറുകയും ചെയ്യുന്ന ഒരു വളരെ ശുദ്ധമായ ഒരു ചികിത്സാ പ്രക്രിയയുടെ വക്താവ് തന്നെയാണ് ഞാൻ. അപ്പൊ ഇതില് ഇപ്പൊ കൗസ് മിൽക്ക് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ പാല് നമ്മൾ എന്തിനാ കുടിക്കുന്നത്? എല്ലാവരും പറയുന്നത് വളർച്ചയുടെ ഘട്ടത്തില് എല്ലിന്റെ ആരോഗ്യം, പല്ലിന്റെ ആരോഗ്യം, അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യം, നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം, അതുപോലെ രോഗപ്രതിരോധ ശേഷി, മസിലിന്റെ കട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെല്ലാം വേണ്ടിയിട്ടാണ് ഈ പാല് കുടിക്കുന്നത്. കാരണം ഈ പാലിനകത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ പശുവിന്റെ പാൽ എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ലോണം കാൽസ്യം ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതോടൊപ്പം തന്നെ ഫാറ്റും ഉണ്ട്. പിന്നെ റെയർ ആയിട്ടുള്ള മിനറൽസ് വളരെ കുറച്ചാണ് അതിനകത്തുള്ളത്. കാൽസ്യം കഴിച്ചു കഴിഞ്ഞാൽ അയൺ ഇല്ല അതിനകത്ത്, B12 ഇല്ല, വളരെ കുറഞ്ഞ ഫോസ്ഫറസ്, മഗ്നീഷ്യം, അങ്ങനെയൊക്കെയുള്ള ചെറിയതായിട്ടുള്ള അളവിൽ ഇതൊക്കെ ഉണ്ട് മിനറൽസ്. അപ്പോ നമ്മളൊരു പശുവിൻ പാൽ എടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ച് ദോഷങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം. എന്തുകൊണ്ടാണ് ഈ കൗസ് മിൽക്ക് അലർജി വരുന്നത്? കൊച്ചു കുഞ്ഞുങ്ങൾക്കെന്നല്ല, വലിയവർക്കും. ഒന്ന് ലാക്ടോസ് കണ്ടന്റ് ഉള്ളത് കൂടുതലായിട്ട് ഈ പശുവിൻ പാലിലാണ്. അപ്പൊ അത് ഇൻടോളറൻസ് ചിലർക്കുണ്ടാവും വയറിനകത്ത്. അത് ദഹനക്കേട്, വയറുപെരുക്കം, ഛർദില്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഇവയെല്ലാം ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാവും. വയറിളക്കമാണ്, അവർക്കൊന്നും ശരീരത്തിൽ പിടിക്കത്തില്ല. അപ്പൊ ആ ലാക്ടിക് ആസിഡ് ഇതിനകത്തുള്ളതിന്റെയാണ്. അപ്പൊ ആ ലാക്ടോസ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ഇതിന് വലിയ ഒരു കുഴപ്പം പിടിച്ചത് തന്നെയാണ് കൗസ് മിൽക്ക് അലർജി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പരിചയപ്പെടുത്തുന്ന ഈ പാല് ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏതാണ് നിങ്ങളുടെ ശരീരത്തിന് നല്ലതെന്ന്. ഞാൻ അത് അവസാനം പറയാം, ഏതായിരിക്കും, ആർക്കാണ്, എന്താണെന്നുള്ളത് അവസാനം നമുക്ക് പറയാം. അപ്പോൾ കുഞ്ഞിന് ഈ പാല് കൊടുക്കുമ്പോഴത്തേക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് കൊടുക്കാനേ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത്? സോയ മിൽക്ക്. ഇവിടെ സാധാരണഗതിയിൽ സോയ മിൽക്കാണ് കൊടുക്കാറുള്ളത്. പിന്നെ അതിനേക്കാൾ ഉപരി ഏറ്റവും നല്ലത് ആൽമണ്ട് മിൽക്കാണ്. സോയ മിൽക്കിനും ചില കുഴപ്പങ്ങളുണ്ട്. അപ്പം പശുവിൻ പാല് നമ്മൾ അങ്ങോട്ടൊന്ന് മാറ്റി നിർത്താം. അപ്പൊ ഇങ്ങനെയുള്ള കാൽസ്യവും പ്രോട്ടീനും ഒക്കെ അതിനകത്ത് നന്നായിട്ടുണ്ടെങ്കിലും ലാക്ടോസ് ഇൻടോളറൻസ് ഒരു കാര്യം. അതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടറും കൂടി ഇതുണ്ട്. അതായത് ഈ പശു എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് സ്പീഷീസ് ആണ്, നമ്മുടെ മനുഷ്യന്റെ വംശമല്ല, അത് അനിമൽ ആണ്, വേറൊരു അനിമൽ. നമ്മൾ മനുഷ്യന് സോഷ്യൽ അനിമൽ എന്ന് പറയുന്നെങ്കിലും ഇത് നാൽക്കാലിയാണ്. അപ്പൊ ഇതിന്റെ ശരീരത്തിന്റെ ജീൻസ്, ജനറ്റിക് പ്രീഡിസ്പോസിഷൻ അല്ലെങ്കിൽ ജനറ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് മനുഷ്യനെ പോലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയും ഈ പശുവിന്റെ പാല് കുടിക്കുമ്പം തീർച്ചയായും അതിനൊരു ഇന്ററാക്ഷൻ ഉണ്ടാവും. അതിന്റെ ഭാഗമാണ് ഈ അലർജിക് റിയാക്ഷൻ ഒക്കെ വരുന്നത്, കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട് വരുന്നത്. അതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. അപ്പൊ ഇതിനെ നമ്മൾക്ക് ശരീരത്തിന് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കും, കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. പിന്നെ ഒരു പരിധി വരെ A2 മിൽക്ക് എന്ന് പറയും, അതായത് അതായത് പശുവിന് കാലിത്തീറ്റ കൊടുത്ത് ആണല്ലോ പാല് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഈ കാലിത്തീറ്റയ്ക്ക് കുറച്ചൊരു കെമിക്കൽസ് ഒക്കെ ഉണ്ട്. ആ കെമിക്കൽ ഇന്റർവെൻഷനും നമ്മളുടെ ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും ശരിയായിട്ട് നമ്മൾ നല്ല ഒരു വിഭാഗമല്ല എന്ന് പറയുന്നത്. A2 മിൽക്ക് എന്ന് പറയുന്നത് വെച്ചൂർ പശുവിന്റെ പാല്, പുല്ല് കൊടുത്ത് വളർത്തുന്ന പശുവിന്റെ പാല്, അത് ഒരു പരിധി വരെ കുഞ്ഞിന് വലിയ കുഴപ്പം വരത്തില്ല. കാരണം ഈ കാറ്റൽ ഫീഡ് ഇല്ലല്ലോ, അതുകൊണ്ട്. എങ്കിൽ കൂടിയും അത് പശു തന്നെയാണല്ലോ. അപ്പൊ അതിനും തീർച്ചയായും വലിയ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, എങ്കിലും ബെറ്റർ ദാൻ നോർമൽ കൗ, അതായത് സാധാരണയുള്ള പശുവിന്റെ പാലിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ കൗസ് മിൽക്കിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾ ആൽമണ്ട് മിൽക്ക് എന്ന് പറഞ്ഞ ബദാം നമ്മൾ ഒരു 20 ബദാം എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് അപ്പൊ ആ തൊലി കളഞ്ഞ് അത് മിക്സിയിൽ അടിച്ചെടുത്താൽ അത് ബദാം മിൽക്കായി. ഒരു ഗ്ലാസ് ബദാം മിൽക്ക് കിട്ടും.
അതിനകത്ത് നന്നായിട്ട് കാൽസ്യവും പ്രോട്ടീൻ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ന്യൂട്രിയൻസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. പക്ഷേ അതിനകത്ത് കാൽസ്യം അത്ര കൂടുതലില്ല, ചെറിയ തോതിലേ ഉള്ളൂ. അപ്പോൾ ആൽമണ്ട് മിൽക്ക് വളരെ നല്ലതാണ്. നമ്മൾക്ക് പ്രത്യേകിച്ചും പ്രായമായവർക്ക് വളരെ നല്ലതാണ്. ഈ പശുവിൻ പാല് ശരിക്കും പറഞ്ഞാല് പശുവിൻ പാല് എൻ്റെ അഭിപ്രായത്തിൽ ആർക്കും അത്ര നല്ലതല്ല. പിന്നെ കുഴപ്പമില്ലാത്തവർ കഴിക്കാം, കുഴപ്പമില്ല. ഈ അസുഖമുള്ളവര് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരുന്നവര് വയറുപെരുക്കം, ഗ്യാസ്, പുളിച്ചു തേട്ടൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ദഹനക്കേടാണ്. അങ്ങനെയുള്ളവർ തീർച്ചയായും അത് ഒഴിവാക്കണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും. അടുത്തത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? സോയ മിൽക്ക്. സോയ മിൽക്കിന് കുഴപ്പങ്ങളില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഈ സോയ പ്രോട്ടീൻ അല്ലെങ്കിൽ സോയയുടെ പ്രോഡക്ട്സ് എല്ലാം തന്നെയും നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന് എതിരായിട്ട് ഒരു പരിധിവരെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തൈറോയ്ഡ് പേഷ്യൻസിന് ഒരിക്കലും സോയ മിൽക്ക് ശരിയാവത്തില്ല. കാരണം ഈ അയഡിൻ, തൈറോക്സിൻ ഫോർമേഷൻ അയഡിൻ ആവശ്യമാണ്. ഈ അയഡിന്റെ അബ്സോർപ്ഷൻ, അതിന്റെ ആഗീകരണത്തെ തടസ്സപ്പെടുത്തുന്ന ചില ഘടകങ്ങൾ ഈ സോയ മിൽക്കിലുണ്ട്, സോയ പ്രോഡക്ട്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയും തൈറോയ്ഡ് പേഷ്യൻസ് അധികം കഴിക്കാൻ പാടില്ല. കൂടാതെ ചില നമ്മളുടെ ഈ ഒരു ഈസ്ട്രജൻ, ലേഡീസിനുള്ള ഈസ്ട്രജൻ ഹോർമോണുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ അതും ഒരു പരിധി വരെ നമുക്ക് ചില പ്രശ്നങ്ങൾ, ഹോർമോണൽ ഇന്ററാക്ഷൻ വന്നിട്ട് യൂട്രസും ഓവറിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ സോയ മിൽക്കിനും അത്ര ഒരു നല്ല ഒരു സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത പാല് ഇനിയാണ് നമ്മളുടെ തേങ്ങാപ്പാല്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് തേങ്ങാപ്പാല്. തേങ്ങാപ്പാലിന്റെ ഗുണങ്ങൾ അത്ര നല്ലതാണ്. ശരീരത്തിന് ഏറ്റവും ആവശ്യമായ മോണോലോറിൻ, ഞാൻ നേരത്തെ പറയും DHA, മോണോസോഡിയം ലോറിക് ആസിഡ്, ഇവയുടെയൊക്കെ ഇതെല്ലാം ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അപ്പൊ ഇത് ഈ ഒരു തേങ്ങാപ്പാലിന്റെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. പിന്നെ ചിലർക്ക് അതിനും അലർജി കാണുന്നുണ്ട്. അമേരിക്കയിലൊക്കെ ഈ തേങ്ങാപ്പാലിൽ നിന്ന് എടുക്കുന്ന മോണോലോറിൻ, ഇപ്പൊ ഞാൻ പറയില്ലേ മോണോസോഡിയം ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡന്റ്, അതിനകത്തുനിന്ന് എടുത്ത ഒരു ക്യാപ്സ്യൂൾ ഫോമിലാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പേഷ്യൻസിനൊക്കെ ഞാനിത് പറഞ്ഞു കൊടുക്കും. അവർക്ക് അവിടെ അവൈലബിൾ ആണ്, ഹെൽത്ത് സ്റ്റോർ കിട്ടാറുണ്ട്. ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. ബ്രെയിൻ ബൂസ്റ്ററാണ്, നമ്മുടെ ബ്രെയിൻ ഫുഡാണത്. DHA എന്ന് പറയില്ലേ, പരസ്യത്തിൽ കേട്ടിട്ടില്ലേ, അതാണ് നമ്മളുടെ തേങ്ങാപ്പാല്. അമ്മയുടെ മുലപ്പാലിലുള്ള ഇൻഗ്രീഡിയന്റ് പിന്നെ ഉള്ളത് തേങ്ങാപ്പാലിലാണ്. അപ്പം തേങ്ങാപ്പാൽ നല്ലതല്ലേ, കുഞ്ഞുങ്ങൾക്ക് കൊടുത്തൂടെ? ഏറ്റവും നല്ലതാണ്. കൂവരകും തേങ്ങാപ്പാലും ഒക്കെ പഴയ കാര്യങ്ങൾ. അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഏത്തക്കാപ്പൊടിയും കൂടെ കാച്ചി കൊടുക്കുക, ഇവയൊക്കെ എത്രയോ നല്ലതായിരുന്നു ഈ പശുവിൻ പാലിനേക്കാൾ. പശുവിൻ പാലെന്ന് പറയുന്നത് ഞാൻ കഴിക്കരുതെന്നും കൊടുക്കരുതെന്നും അല്ല പറയുന്നത്, അസുഖം തോന്നുന്നവർക്ക്, ബുദ്ധിമുട്ടുള്ളവർക്ക് അധികം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാല്. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ നിഗമനത്തിൽ, ഞാൻ ഇത്രയും നാൾ കണ്ടതിലേക്ക് ഏറ്റവും നല്ല പാലാണ് ഇനി വരാൻ പോകുന്നത്. എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ എള്ളിന്റെ പാല്. ഏറ്റവും ലോകത്തേക്ക് ഏറ്റവും നല്ല പാലെന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്ന് ഞാൻ പറയും. അത്രയ്ക്ക് പോഷകങ്ങളുടെ കലവറയാണ് എള്ള്. ഒരു 100 ഗ്രാം എള്ള് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ദിവസം വേണ്ടതിൽ 25% കാൽസ്യമാണ് അടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പശുവിൻ പാലിനകത്തേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ്. പിന്നെ ഇതിന് പറഞ്ഞത് വലിയ ടേസ്റ്റ് ഒന്നും വരത്തില്ല, പക്ഷെ അത് ടേസ്റ്റി ആക്കി നമുക്ക് എടുക്കാം. ഞാൻ ആ രീതിയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഒരു പിടി എള്ളെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിൽ അടിച്ച് പാലെടുക്കുക. അതിലേക്ക് അതിനോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി 5-6 ബദാം ഇടാം, കുറച്ച് കപ്പലണ്ടി ഇടാം. ഇത്രയും കൂടെ മിക്സിയിൽ അടിച്ചിട്ട് പാലെടുക്കുക, അരിച്ചെടുത്തിട്ട് അതിനകത്ത് തേങ്ങാപ്പാലും ചേർത്ത്, തേങ്ങയും കൂടെ വേണമെങ്കിൽ ഇട്ട് അടിച്ചാൽ മതി. ഇതെല്ലാം കൂടെ ഇട്ട് അടിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാമല്ലോ. അരിച്ചെടുത്തിട്ട് അതിലേക്ക് കരിപ്പട്ടി വേണമെങ്കിൽ ഇത്തിരി ഇട്ട് കുടിച്ചു നോക്കി എത്ര ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. അപ്പൊ വെറുതെ ഒരു എള്ളിന്റെ പാല് കുടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നില്ല. ഞാനിപ്പോ പറഞ്ഞ രീതിയിലൊന്ന് കഴിച്ചു നോക്കും, വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പൊ ഇതിങ്ങനെ ശരിക്ക് ഈ ഒരു പാൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വന്നു അല്ലേ? നമ്മുടെ പ്രായമായവർക്കുള്ള ഏറ്റവും നല്ല പാല് ഈ ബദാം പാലും നല്ലതാണ്, അതോടൊപ്പം ഈ എള്ളിന്റെ പാലും. അപ്പൊ ബദാമും എള്ളും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിൽക്ക് ഉണ്ടാക്കി നമ്മൾ രാത്രി ഒരു ഭക്ഷണം പോലെ കഴിക്കാം. ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും അത്. ഒരു പിടി മതി.
കുറച്ച് വെള്ളം കൂട്ടി ചെയ്യുക. അപ്പോൾ ഈ എള്ളിന്റെ പാലിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ തന്നെ ഒരു 100 ഗ്രാമില് ഏകദേശം 5-6 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ തന്നെ 3 ഗ്രാം ഉണ്ട്, അയൺ ഉണ്ട്, ഫോളിക് ആസിഡ് ഉണ്ട്, ബി കോംപ്ലക്സ് ഫാക്ടേഴ്സ് എല്ലാം ഉണ്ട്. മിനറൽസ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലിന്റെ ആരോഗ്യത്തിനുള്ള എല്ലാ മിനറൽസും ഉണ്ട്. കോപ്പർ, മാഗ്നീഷ്യം, മാംഗനീസ്, സിങ്ക്, കാൽസ്യം, എല്ലാത്തരം മിനറൽസും ആവശ്യത്തിനുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കാൽസ്യം നമ്മുടെ എല്ലിലേക്ക് ആഗീകരണം ചെയ്യണമെങ്കിൽ vitamin D3, മാഗ്നീഷ്യം, അതുപോലെ തന്നെ കാൽസ്യം, മോളിബ്ഡിനം, ഇങ്ങനെയുള്ള ഒരു 12 തരം മിനറൽസും അതോടൊപ്പം 64 ട്രേസ് എലിമെന്റ്സും വേണം. അപ്പൊ ഏകദേശം നമുക്ക് കിട്ടാൻ പറ്റിയ ഒരു നല്ല ഒരു ഫുഡാണ് നമ്മളുടെ എള്ള്. അപ്പൊ എള്ള് എങ്ങനെ നമുക്ക് കഴിക്കണമെന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഇനി എളുപ്പമുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് എള്ളിടുക, അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ എള്ളിടുക, അല്ലെങ്കിൽ നിങ്ങൾ ബേക്ക് ചെയ്യുമ്പോൾ എള്ളിടുക. എന്തിലും നമുക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാമല്ലോ. അവിയൽ ഉണ്ടാക്കുമ്പോൾ എള്ളിടാവില്ല, എന്താ കുഴപ്പം? ഒരു പ്രശ്നവും ഇല്ല. അതൊക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് എള്ള് നമുക്ക് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റും. പിന്നെയുള്ള ഈ പറയുന്ന രീതിയിൽ ഒരു സ്മൂത്തി ഉണ്ടാക്കണം. പലരും ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾ മാഡം ഈ എള്ള്, അതുപോലെ തന്നെ ചിയാ സീഡ്, പംകിൻ സീഡ്, മെലൺ സീഡ്, സൺഫ്ലവർ സീഡ്, ഇത് പറഞ്ഞ എല്ലാം പലതരം വിത്തുകൾ, ഇതെല്ലാം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ബദാമും കാഷ്യൂനട്ടും കപ്പലണ്ടിയും എല്ലാം കൂടെ ഞങ്ങൾ പൊടിച്ചു വെക്കും. പൊടിച്ചു വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് കുടിക്കുമെന്നാ പറയുന്നത്. അങ്ങനെയും ചെയ്യാം. ഇപ്പം അല്ലാതെ നമുക്ക് ചുമ്മാതെ തേങ്ങാപ്പാലിൽ കലക്കി കുടിക്കാം. പക്ഷെ ഇതിന്റെ പുറത്തുള്ള ഒരു കോട്ടിങ് ഉണ്ടല്ലോ എല്ലാത്തിനും, എള്ളിന്റെ ഇതിന്റെ ഒക്കെ പുറത്ത്. അപ്പം ചിലതൊക്കെ നമുക്ക് വയറിന് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വയറിന് പ്രശ്നം ഉണ്ടാവുന്നവര് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനം നമ്മൾ പ്രായമായവർക്ക് പറ്റിയ ഏറ്റവും നല്ല പാല് എള്ളിന്റെ പാലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്ക് എല്ല് തേയ്മാനം പ്രായമാകുമ്പോൾ ഉണ്ടാവും, മുട്ടുവേദന വരും, അതുപോലെ നടുവേദന വരും, എല്ലാം എല്ലിന്റെ ആരോഗ്യം കുറയുന്നതാണ്. അതോടൊപ്പം പ്രോട്ടീന്റെ അളവും കുറയുന്നത് ഒരു കാരണമാണ്. വ്യായാമത്തിന്റെ കുറവും അവിടെ പ്രാധാന്യം അറിയുക. അതുകൊണ്ട് വ്യായാമം ചെയ്യുകയും എള്ളിന്റെ ഈ പാല് കഴിക്കുകയും അതോടൊപ്പം പ്രോട്ടീൻ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. പഴയതുപോലല്ല, കൊച്ചുകുട്ടികൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് പ്രോട്ടീൻ നമ്മൾ കഴിക്കുകയും വ്യായാമം റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയും ഈ ഒരു എള്ളിന്റെ പാല് പ്രധാനമായിട്ട് കഴിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വലിയതായിട്ടുള്ള എല്ല് തേയ്മാനം, അതുപോലെ മുട്ടുവേദന, അവിടെ വേദന, ഇവിടെ വേദന ഒക്കെ മാറി നല്ല ഇമ്മ്യൂണിറ്റി വരികയും, ഈവൻ എല്ലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വരെ ഏറ്റവും നല്ലതാണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ എല്ലിനും പല്ലിനും മുടിക്ക് എക്സലന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഓരോ ദിവസവും ഇപ്പൊ കൂടുതൽ പ്രായമായവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പ്രായമായി കഴിയുമ്പോൾ നമ്മൾ അങ്ങ് ഒരു വഴിയാണ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ട് പോവാം. അതുമല്ല, നമ്മുടെ ജോലിയൊക്കെ തീർന്നില്ല, എവിടെങ്കിലും റിലാക്സ് ചെയ്തിരിക്കുക, ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക എന്നുള്ള ചിന്താഗതി മാറ്റണം. ഏജിങ് ഗ്രേസ്ഫുള്ളി, ഡൈയിങ് പീസ്ഫുള്ളി. In between, you can maintain 24-hour energy level by preventing all lifestyle disorders. ഇത് എന്താന്ന് മനസ്സിലായല്ലോ? നമ്മൾ പ്രായമാവുമ്പോൾ നമ്മൾ വളരെ സൗന്ദര്യത്തോടുകൂടി നല്ല ആരോഗ്യത്തോടുകൂടി പ്രായമാവാം. അസുഖങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഉന്മേഷത്തോടെ, ഉണർവോടെയും ആരോഗ്യത്തോടെയും ശിഷ്ടകാലം ജീവിക്കാം എന്നാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും നല്ല പാഠം. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ